Hi students, today we can study the advantages of DSP. That means advantages of DSP when comparing analog signal processing. ഇപ്പോൾ അനലോഗ് സിഗ്നൽ പ്രോസസ്സറിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. So what is an analog signal processor? It's a device which process the signal using analog techniques. ഇപ്പോൾ അനലോഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡിനാണ് നമ്മൾ അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. സോ അഡ്വാൻറ്റേജസ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് വെൻ കമ്പയറിങ് അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ്, അതാണ് ആക്ച്വലി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് ഗ്രേറ്റർ ആക്യുറസി. DSP processors are having greater accuracy. അനലോഗ് സിഗ്നൽ പ്രോസസ്സറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് DSPക്ക് ഭയങ്കര ആക്യുറസിയാണെന്നാണ്. The tolerance of the circuit components used to design the analog filter or analog circuit affects the accuracy, whereas DSP provides superior control over accuracy. ആക്ച്വലി അനലോഗ് സിഗ്നൽ പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ പ്രോസസ്സറിന് അല്ലെങ്കിൽ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്ന് പറഞ്ഞ കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റെസിസ്റ്ററിനകത്തും കപ്പാസിറ്ററിനകത്തും ഒക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ റെസിസ്റ്റൻസും കപ്പാസിറ്ററൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ ടോളറൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 10K എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 5% അല്ലെങ്കിൽ 10% ടോളറൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വൽ വാല്യൂ എന്ത് ചെയ്യും, വേരി ചെയ്യും. ഇപ്പോൾ 1K ആണെങ്കിൽ 10% എന്ന് പറഞ്ഞാൽ 1Kയുടെ 10% അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. എക്സാക്ട്ലി നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഷാർപ്പ് 1K ആണെന്ന് പറയാം, 1 കിലോ ഓം ആണെന്ന് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വേരിയേഷൻസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, സർക്യൂട്ടിനകത്ത് എന്തുണ്ടാകും, ആക്യുറസി കുറയാനുള്ള റീസൺ ഉണ്ട്. അതേപോലെ തന്നെ കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. ഇപ്പോൾ ഈ കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, അനലോഗ് സിഗ്നൽ പ്രോസസ്സറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അനലോഗ് സിഗ്നൽ പ്രോസസ്സിങ്ങിനകത്തുള്ള കമ്പോണൻസ് ഇതാണ്. പക്ഷേ ഡിജിറ്റൽ കമ്പോണൻസിനകത്ത് അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നില്ല, ഈ റെസിസ്റ്റർ, കപ്പാസിറ്റർ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഭയങ്കര കൂടുതലായിരിക്കും. സോ അതാണ് എന്ത് ഫസ്റ്റ് പോയിന്റ് തന്നെ, ഗ്രേറ്റ് ആക്യുറസി. ദ ആക്യുറസി ഓഫ് DSP processor is greater than, very larger than analog signal processing. And second one is cheaper. In many applications the digital realization is comparatively cheaper than analog counterpart. അപ്പോൾ എല്ലാ കേസിലും അല്ല, ഒരുവിധം കേസിലൊക്കെ വലിയ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അനലോഗ് കൗണ്ടർ പാർട്ട് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ അനലോഗ് സർക്യൂട്ട് എന്ന് പറയുന്ന സാധനം കോസ്റ്റ്ലി ആയിരിക്കും കമ്പയറിങ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ. ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഒരു ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സെയിം സർക്യൂട്ട് നമ്മൾ അനലോഗ് കമ്പോണൻസ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും, ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. ഹ്യൂജ് എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമലി ചെറിയൊരു ഫിൽറ്റർ പറയുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയൊരു കാര്യങ്ങൾ, ലോ പാസ് ഫിൽറ്റർ പോലത്തെ സാധനങ്ങളെ പറ്റി ആയിരിക്കില്ല നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. വലിയൊരു സർക്യൂട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് DSP ചീപ്പറാണെന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് or important advantages of DSP when comparing analog signal processing. That is ease of data storage. Data storage is very easily performed in DSP processor. DSP processor-നകത്ത് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. Digital signal can be easily stored on a magnetic media without loss of fidelity and can be processed offline in a remote laboratory. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നലിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്കൊരു CD റോമിനകത്തോ തം ഡ്രൈവിനകത്തോ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അനലോഗ് ഒരു സിഗ്നലിനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ പഴയ റെക്കോർഡ് ടൈപ്പിനകത്തൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര
കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനത് അതേപോലെ തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനകത്ത് ഡിജിറ്റൽ ഡാറ്റ സ്റ്റോറേജ് തന്നെ ഭയങ്കര എളുപ്പം പോസിബിളായിട്ടുള്ള കാര്യമാണ്. ദാറ്റ് ഈസ് തേർഡ് അഡ്വാൻറ്റേജ്. അപ്പോൾ മാത്രമല്ല, ഈ സ്റ്റോർ ചെയ്ത ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേസിനകത്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും റിമോട്ട് പ്ലേസിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് വഴി സെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വേൾഡ് വൈഡായിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ വലിയ അഡ്വാൻറ്റേജസ് ആണ്. തേർഡ് അഡ്വാൻറ്റേജസ് is ease of data storage. Fourth one is implementation of sophisticated algorithms. A DSP allows to implement sophisticated algorithm when compared to analog counterpart. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അൽഗോരിതംസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സർക്യൂട്ട് വയർ ചെയ്ത് ഡിസൈൻ ചെയ്ത് വയർ ചെയ്യുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു 5-6 ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സർക്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഫോർത്ത് അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് അൽഗോരിതം. അപ്പോൾ ആ അൽഗോരിതം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വലിയ വലിയ സർക്യൂട്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി ഇൻ കോൺഫിഗറേഷൻ. DSP systems can be easily reconfigured by changing the program. Like flexibility in configuration. That means we can modify the DSP processor by changing its program. That's actually flexibility. Flexibility എന്ന് പറയുന്നത് എന്താ, ഒരു സിസ്റ്റം ഫ്ലെക്സിബിൾ ആണെന്ന് പറയാനുള്ള റീസൺ എന്താ, വി ക്യാൻ മോഡിഫൈ ദി സിസ്റ്റം ഈസിലി. അത് മോഡിഫൈ ചെയ്യാൻ പറ്റും ഈസിലി, അല്ലേ? ഒരു സിസ്റ്റത്തിന് പെട്ടെന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അത് ഫ്ലെക്സിബിളാണെന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മുടെ DSP പ്രോസസ്സറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാം മോഡിഫൈ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, മോഡിഫൈ ചെയ്യാൻ പറ്റും. ഒരു ലോ പാസ് ഫിൽറ്ററിനെ നമുക്ക് ഹൈ പാസ് ഫിൽറ്ററാക്കി കൺവേർട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് പ്രോഗ്രാം. പക്ഷേ സപ്പോസ് യു ആർ ഡിസൈനിങ് എ ലോ പാസ് ഫിൽറ്റർ യൂസിങ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ലോ പാസ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യുന്നത് വെച്ചാൽ ആ ലോ പാസ് ഫിൽറ്റർ നമുക്ക് കൺവേർട്ട് ചെയ്യണം, ഹൈ പാസ് ഫിൽറ്ററായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നായിരിക്കും. കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു ഷുഡ് റീഡിസൈൻ ദി സിസ്റ്റം റീഡിസൈൻ ചെയ്യണം, സർക്യൂട്ട് റീഡിസൈൻ ചെയ്യണം, ആൻഡ് റീവയർ ചെയ്യുകയും ചെയ്യണം. റീഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, അത് റീകോൺഫിഗർ ചെയ്യണം അല്ലെങ്കിൽ റീവയർ ചെയ്യണം നമുക്കല്ലേ. രണ്ടാമത് നമ്മൾ വേറൊരു സർക്യൂട്ടായിട്ട് വയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു ഹൈ പാസ് ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ DSP പ്രോസസ്സിനകത്ത് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് പ്രോഗ്രാം എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിനെ ഫങ്ഷണാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഫ്ലെക്സിബിലിറ്റി തന്നെ. അപ്പം DSP പ്രോസസ്സർ ഇസ് more flexible than analog processor. And sixth one, application to VLF signal. VLF signal is very low frequency signal. Very low frequency signal such as those occurring in seismic applications can be easily processed by DSP when compared to analog processing system where inductors and capacitor needed would be physically large in size. വെരി ലോ ഫ്രീക്വൻസിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഫോർ എക്സാമ്പിൾ സീസ്മിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. ആ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ അനലോഗ് പ്രോസസ്സറിനകത്ത് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സൈസ് കപ്പാസിറ്ററും വലിയ സൈസ് ഇൻഡക്ടറും ഒക്കെ നമുക്ക് വേണ്ടി വരും. പക്ഷേ അത് നമുക്ക് ഈസി ആയിട്ട് എവിടെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും, DSP സിഗ്നലിനകത്ത്, DSP പ്രോസസ്സറിനകത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പം വെരി ലോ ഫ്രീക്വൻസി അല്ല, അതിനേക്കാളും കുറഞ്ഞ ഫ്രീക്വൻസി അല്ല, വെരി ലോ ഫ്രീക്വൻസിനെ ഹാൻഡിൽ ചെയ്യാൻ DSP പ്രോസസ്സറിനകത്ത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം ഷെയറിങ് is another important advantages of DSP processor. Time sharing. DSP allows the sharing of
given processor among number of signals by time sharing, thus reducing the cost of processing a signal. That means ടൈം ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിനകത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രോസസ്സർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിഫറെൻറ്റ് സിഗ്നൽസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പം 10 സിഗ്നൽസിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് പ്രോസസ്സർ യൂസ് ചെയ്യാതെ ഒരു സിംഗിൾ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓരോ പ്രോസസ്സർ ഒരു സെയിം പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് ഓരോ സിഗ്നലിനെയും ടൈം ബൈ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ പ്രോസസ്സർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 10 മോർ ദാൻ 10 സിഗ്നൽസിന് എന്ത് ചെയ്യാൻ പറ്റും, സൈമിൾട്ടേനിയസ്ലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് ഇതേപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സറിന് എന്ത് ചെയ്യാൻ പറ്റും, 10 DSP പ്രോസസ്സർ യൂസ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10 സിഗ്നലിനെയും പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ടൈം ഷെയറിങ് മാനറിൽ ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെ DSP പ്രോസസ്സറിനകത്ത്. അൺലോക്ക് പ്രോസസ്സറിനകത്ത് പോസിബിൾ അല്ല, കാരണം അവിടെ ടൈം ഷെയറിങ് തന്നെ സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദീസ് ആർ ദി 7 അഡ്വാൻറ്റേജസ് ഓഫ് DSP പ്രോസസ്സർ. ഏതൊക്കെയാണ്? greater accuracy, cheaper, ease of data storage, implementation of sophisticated algorithms, flexibility in configuration, time sharing, application to VLF signal, and finally time sharing. അപ്പം അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് വി കൻ ചെക്ക് വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് DSP പ്രോസസ്സേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റം കോംപ്ലക്സിറ്റി. അതിനാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. സിസ്റ്റം കോംപ്ലക്സിറ്റി ഈസ് ഇൻക്രീസ്ഡ് ഇൻ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് when comparing an analog signal because of the device such as ADC, DAC and their associated filters. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വേണം നമുക്ക്? ഒരു DSP പ്രോസസ്സറിനകത്ത് തീർച്ചയായിട്ടും ഒരു അനലോഗ് സിഗ്നൽ പ്രോസസ്സർ അല്ല, ADC ഉണ്ടായിരിക്കും, DSP ഉണ്ടായിരിക്കും, അതിൻ്റെ ഫിൽറ്റേഴ്സ് ഉണ്ടാക്കും. നമ്മൾ കണ്ടില്ലേ, റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ DSP ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതിനകത്ത് കണ്ടിട്ടില്ലേ. പിന്നെ ഇതിന് തന്നെ A to D കൺവേർട്ടറിനും D to A കൺവേർഷനും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീകൺസ്ട്രക്ഷൻ ഫിൽറ്ററും ആൻറ്റി എലിയാസിങ് ഫിൽറ്ററൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഫിൽറ്റേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല, അനലോഗ് സിഗ്നൽ പ്രോസസ്സറിനകത്ത് യൂസ് ചെയ്യുന്നില്ല. അതിനകത്ത് ഡയറക്റ്റ് സിഗ്നലിനെ എന്ത് ചെയ്ത് പ്രോസസ്സ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അനലോഗ് സിഗ്നലാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ അനലോഗിന് ആദ്യം ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യണം, ഡിജിറ്റലിനെ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അഗെയിൻ റീകൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സിറ്റി ഇതിനകത്തുണ്ട്, ഈ DSP പ്രോസസ്സറിനകത്തുണ്ട്. സോ ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് സിസ്റ്റം കോംപ്ലക്സിറ്റി ഇറ്റ് സെൽഫ്. ആൻഡ് സെക്കൻഡ് വൺ, ബാൻഡ് ലിമിറ്റഡ് ബൈ സാമ്പിളിംഗ് റേറ്റ്. നമ്മളൊരു സിഗ്നലിന്, അനലോഗ് സിഗ്നലിന് നമ്മൾ സാമ്പിൾ ചെയ്തു എന്നായിരിക്കും, സാമ്പിൾ ചെയ്യാം. അപ്പോൾ സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ദി ഫ്രീക്വൻസി ഓഫ് സിഗ്നലിനാണ് നമ്മൾ പറയാം. മനസ്സിലായോ? അപ്പം ഒരു സിഗ്നലിനകത്ത് ഇപ്പോൾ ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട് വിചാരിക്കാം, അപ്പം മിനിമം ട്വൈസ് ആയിരിക്കണം എന്നാണ് പറയാം. അപ്പം ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട് വിചാരിക്കുക, ഒരു AC വേവ് പോലെ നിങ്ങൾ കമ്പയർ ചെയ്യുക. AC വേവിനകത്ത് മിനിമം 2 സാമ്പിളെങ്കിലും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്പർ ഓഫ് സാമ്പിൾസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിഗ്നലിൻ്റെ ഒരു ടൈം പീരീഡിനകത്ത് കൂടുതൽ നമ്പർ ഓഫ് സാമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്ലാരിറ്റിയോട് കൂടെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, the band limited signal can be sampled without information loss if the sampling rate is more than twice the bandwidth of the signal. ഇപ്പോൾ ഒരു സിഗ്നലിനെ നമ്മൾ സാമ്പിൾ ചെയ്യുകയാണെന്നായിരിക്കും, സാമ്പിൾ ചെയ്തിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഴയ പോലെ സാമ്പിൾ ചെയ്തതിനെ പഴയ സിഗ്നലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാമ്പിളിംഗ് റേറ്റ് ഈസ് മോർ ദാൻ ട്വൈസ് ദി ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി സിഗ്നൽ. അപ്പം സാമ്പിളിംഗ് റേറ്റ് എന്തായിരിക്കണം, മോർ ദാൻ ട്വൈസ് ദി ബാൻഡ്വിഡ്ത്ത്. ഒരു സിഗ്നലിനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 2 സാമ്പിൾസ് എങ്കിലും ഉണ്ടായിരിക്കണം. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്.
Therefore, signal having extremely wide bandwidth require fast sampling rate ADC and DSP, but there is a practical limitations in speed of operation of A to D converters and DSP. നമ്മൾ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഭയങ്കര വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നലാണെങ്കിൽ അതിനെ ADC യൂസ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, സാമ്പിൾ ചെയ്യാൻ പറയാം. ADC ക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സാമ്പിളിംഗ് റേറ്റിനകത്ത് മാക്സിമം ഒരു സ്പീഡൊക്കെ ഉണ്ടാവും എല്ലാ ADCക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ADC ആണെങ്കിലും DSP ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ സാമ്പിളിംഗ് റേറ്റിനകത്തൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ റേറ്റിനേക്കാളും കൂടുതൽ റേറ്റുള്ള ഒരു സിഗ്നലാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സാമ്പിളിംഗ് തിയറം ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനെ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ആക്ച്വലി എന്തിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്, DSPനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഹൈ ഫ്രീക്വൻസി സിഗ്നലിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ DSP പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ബൈ സാമ്പിളിംഗ് റേറ്റ്. ബാൻഡ് വിഡ്ത്ത് ആക്ച്വലി സാമ്പിളിംഗ് റേറ്റിനെ ലിമിറ്റ് ചെയ്യും. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ADCയും DAC ഒക്കെ ആക്ച്വലി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നമ്മളെ ഇൻപുട്ട് സിഗ്നലിനെ യൂസ് ചെയ്യാൻ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ആൻഡ് തേർഡ് വൺ ഈസ് പവർ കൺസപ്ഷൻ. വെറൈറ്റി ഓഫ് അനലോഗ് സിഗ്നൽ പ്രോസസ്സിംഗ് algorithm can be implemented using passive components like resistors, capacitors and inductors that do not use any power, whereas DSP contain 4 lakh transistor dissipate more power. ഇപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അനലോഗ് പ്രോസസ്സറിനകത്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ നമുക്കധികം റെസിസ്റ്ററും കപ്പാസിറ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിനൊന്നും അധികം എന്ത് ചെയ്യില്ല, പവർ കൺസപ്ഷൻസ് എന്ന് പറയുന്ന സാധനം വേണ്ടി വരില്ല. ഇപ്പോൾ ഒരു ഫിൽറ്ററിൻ്റെ കേസിലാണെങ്കിൽ, ഒരു ലോ പാസ് ഫിൽറ്റർ ആണെങ്കിൽ അതിനകത്ത് വളരെ കുറച്ച് പവറേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ സെയിം സർക്യൂട്ട് നമ്മൾ DSP പ്രോസസ്സർ യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ DSP പ്രോസസ്സറിനകത്ത് എത്ര നമ്മൾ ചെറിയ സർക്യൂട്ട് ആണെങ്കിലും വലിയ സർക്യൂട്ട് ആണെങ്കിലും അതിനകത്തൊരു 4 lakh ഓഫ് എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവും, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, പവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ടോട്ടലി അത് ഡെസിപ്പേറ്റ് ചെയ്യുന്ന പവർ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് DSP പ്രോസസ്സർ. ഏതൊക്കെയായിരുന്നു? സിസ്റ്റം കോംപ്ലക്സിറ്റി, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ആക്ച്വലി DSP പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ബൈ സാമ്പിളിംഗ് റേറ്റ്. സാമ്പിളിംഗ് റേറ്റിന് എന്ത് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് തേർഡ് ഡിസഡ്വാൻറ്റേജ് ഇസ് പവർ കൺസപ്ഷൻ. മോർ പവർ കൺസ്യൂം ചെയ്യും ഏത്, DSP പ്രോസസ്സറിനകത്ത്. നെക്സ്റ്റ് വൺ ഈസ് ആപ്ലിക്കേഷൻ ഓഫ് DSP. ഇപ്പോൾ DSPക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാ ഏരിയയിലും നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ടോയ് മുതൽ വലിയ വലിയ നമ്മുടെ റഡാർ ആപ്ലിക്കേഷൻസിനകത്ത് വരെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ DSP പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിനകത്ത് എക്കോ ക്യാൻസലേഷൻ ഇൻ ടെലിഫോൺ നെറ്റ്വർക്ക്സ്, ടെലിഫോൺ ഡയലിംഗ് ആപ്ലിക്കേഷൻസ്, മോഡം, ലൈൻ റിപ്പീറ്റേഴ്സ്, ചാനൽ മൾട്ടിപ്ലെക്സിംഗ്, ഡാറ്റ എൻക്രിപ്ഷൻ, വീഡിയോ കോൺഫറൻസിങ് ഇൻ സെല്ലുലാർ ഫോൺ, ഫാക്സ്, ഇതിനകത്തൊക്കെ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. എക്കോ ക്യാൻസലേഷൻ ഇൻ ടെലിഫോൺ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതില്ല, എക്കോ ഉണ്ടാവില്ലേ, നമ്മൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്പീച്ചിനകത്ത് വരുന്ന എക്കോ ഒക്കെ ഉണ്ടാകും. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ DSP പ്രോസസ്സർ യൂസ് ചെയ്യാം. DSP പ്രോസസ്സറിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്യാം. ടെലിഫോൺ ഡയലിംഗ് ആപ്ലിക്കേഷൻസ് അതിനകത്തൊക്കെ നമുക്ക് DSP പ്രോസസ്സർ യൂസ് ചെയ്യാം. മോഡം ഇതിനകത്ത് DSP പ്രോസസ്സർ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ലൈൻ റിപ്പീറ്റേഴ്സ്, ചാനൽ മൾട്ടിപ്ലെക്സിങ്, ഡാറ്റ എൻക്രിപ്ഷൻ, വീഡിയോ കോൺഫറൻസിങ്, സെല്ലുലാർ ഫോൺ, ഫാക്സ്, ഇതിനകത്തൊക്കെ നമുക്ക് DSP പ്രോസസ്സർ യൂസ് ചെയ്യാം. അതാണ് ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡ്. ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിനകത്ത് ഒരുപാട് ഏരിയയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, DSP പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ആപ്ലിക്കേഷൻ ഈസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ DSP പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ഓഡിയോ, TV, ഇലക്ട്രോണിക്സ്,
മ്യൂസിക് സിന്തസൈസർ, എഡ്യൂക്കേഷണൽ ടോയ്സ്, ചെറിയ കുട്ടികൾ കളിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിനകത്തൊക്കെ ചെറിയ ചെറിയ DSP പ്രോസസ്സിങ് യൂസ് ചെയ്യുന്നുണ്ട്. FM സ്റ്റീരിയോ ആപ്ലിക്കേഷൻസ്, സൗണ്ട് റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സൗണ്ട് നിങ്ങൾക്ക് ഹൈ പിച്ചിലേക്കും ലോ പിച്ചിലേക്കൊക്കെ മാറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് DSP പ്രോസസ്സിങ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കൺസ്യൂമർ ഇലക്ട്രോണിക്സിനകത്ത് ഇത്രയും സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, സ്പെക്ട്രം അനാലിസിസ്, ഡിജിറ്റൽ ഫിൽട്ടർ, PLL എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടെങ്കിൽ ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട സാധനമാണത്. PLL എന്ന് പറഞ്ഞാൽ. പിന്നെ ഫങ്ഷൻ ജനറേറ്റർ, ഡിജിറ്റൽ ഫങ്ഷൻ ജനറേറ്റർ, സെർവോ കൺട്രോൾ, റോബോട്ട് കൺട്രോൾ, പ്രോസസ് കൺട്രോൾ. ഇതിനകത്തൊക്കെ എന്ത് യൂസ് ചെയ്യാം? DSP പ്രോസസ്സർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ DSP പ്രോസസ്സിങ് ടെക്നിക്സ് യൂസ് ചെയ്യാം. Next application is in image processing, image comparison, image enhancement, image analysis and recognitions. From image processor, digital image processing techniques യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ MSc ചെയ്യുന്ന സ്റ്റുഡൻസ് ചെയ്യുന്ന പ്രോജക്റ്റൊക്കെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. DIP എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെ അവർക്ക് പഠിക്കാനുണ്ട്, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് നമുക്ക് കോയിൻ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗ്രൂപ്പിനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു റോബോട്ടിനകത്ത് നിങ്ങളൊരു ക്യാമറ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ക്യാമറയ്ക്കകത്ത് നിന്ന് വരുന്ന ഇമേജിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒബ്സ്റ്റാക്കിൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ കളർ, കുറേ ഗ്രൂപ്പ് ഓഫ് കളേഴ്സിനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കളറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതിനെ പിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്, ഇമേജ് കമ്പാരിസൺ പോസിബിളാണ്, ഇമേജ് എൻഹാൻസ്മെൻറ്റ് പോസിബിളാണ്. കളർ എൻഹാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാരിറ്റിയോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പോസിബിളാണ്. ഇമേജ് അനാലിസിസ് ആൻഡ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഫേസ് റെക്കഗ്നേഷൻ ആപ്പൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ അതൊക്കെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ഇൻ മെഡിക്കൽ ഫീൽഡ്. മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സച്ച് ആസ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി. മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് ഒരുപാട് ഫീൽഡിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. എല്ലാ ഫീൽഡിനകത്തും റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഏരിയ തന്നെയാണ്. മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സച്ച് ആസ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി, CT സ്കാനിങ് എന്നൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫി, പിന്നെ എക്സ്റേ സ്കാനിങ്, MRI സ്കാനിങ്, അതാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് എന്ന് പറയുന്നത്, MRI സ്കാനിങ്, സ്പെക്ട്രം അനാലിസിസ് ഓഫ് EEG ആൻഡ് ECG ടു ഡിറ്റക്ട് വേരിയസ് ഡിസോർഡേഴ്സ് ഇൻ ഹാർട്ട് ആൻഡ് ബ്രെയിൻ. അപ്പം നമുക്ക് ഹാർട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ EEG എന്ത് ചെയ്യുക, അതിൻ്റെ ഇമേജിനെ അതിൻ്റെ സ്പെക്ട്രം അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസീസ് ആണ് ഓൾറെഡി ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ബൈ പ്രോസസ്സിങ് ദി സ്പെക്ട്രം, അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെയിനകത്ത് EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറഞ്ഞാൽ EEGക്കകത്ത് നിന്ന് കിട്ടുന്ന സ്പെക്ട്രം ഇമേജസിനെ നമുക്ക് പ്രോസസ്സ് ചെയ്തിട്ട് ബ്രെയിനകത്ത് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഇഷ്യൂസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നതാണ് പേഷ്യൻ്റ് മോണിറ്ററിങ് സിസ്റ്റം. ഒരു പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏത് യൂസ് ചെയ്തിട്ട് പോസിബിളാണ്, മെഡിക്കൽ ഫീൽഡിനകത്ത് DSP പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് പോസിബിളാണ്. നെക്സ്റ്റ് ഈസ് സ്പീച്ച് പ്രോസസ്സിങ്, സ്പീച്ച് അനാലിസിസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമാറ്റിക് സ്പീച്ച് റെക്കഗ്നേഷൻ. സ്പീച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇതിനകത്തുള്ള ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എഴുതിയിരിക്കുന്നത് സ്പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പീച്ച് റെക്കഗ്നേഷൻ അല്ലെങ്കിൽ സ്പീച്ച് ഇൻ ടു ടെക്സ്റ്റ് കൺവേർഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു നോട്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ നോട്ട്സ് കൊണ്ട് എന്ത് ചെയ്യും,
ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. അത് ടൈപ്പ് ചെയ്യുകയല്ല ചെയ്യുക, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, മൈക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പറയും. അതിന് മൈക്കിനകത്ത് നിന്ന് വരുന്ന സ്പീച്ചിനെ എന്ത് ചെയ്യും, ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ആക്ച്വലി ഈ ടെക്സ്റ്റ് ഞാൻ റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പഴയ നോട്ട് യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ചെയ്തത്. അതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ്സും പോസിബിളാണ്. ടെക്സ്റ്റിനെ എന്തായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും, സ്പീച്ചായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനകത്ത് ടെക്സ്റ്റ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ആപ്ലിക്കേഷൻസ് ആണ്. റെയിൽവേ സ്റ്റേഷനിനകത്ത് ട്രെയിനൊക്കെ ഇൻഫോം ചെയ്യുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻഫോം ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ പോസിബിളും അങ്ങനത്തെ ആപ്ലിക്കേഷൻസും എന്താണ് പോസിബിളാണ്. പിന്നെ സ്പീക്കർ ഐഡൻറ്റിഫിക്കേഷൻ, നമ്മൾ ആരാണ് പറയുന്നത് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സ്പീച്ച് അനാലിസിസ് ടെക്നിക്സ് ഇൻക്ലൂഡ് കൺവേർഷൻ ഓഫ് റിട്ടൺ ടെക്സ്റ്റ് ഇൻ ടു സ്പീച്ച്. പിന്നെ നമ്മളെ വോയിസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചില ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ആണുങ്ങളെ സൗണ്ട് പെണ്ണുങ്ങളതാക്കി മാറ്റുന്നതൊക്കെ കണ്ടിട്ടില്ല. ചില എസ് എൻ സാമി സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ല. ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ചൈനീസ് ഫോണിനകത്തൊക്കെ ഒരുപാട് ആപ്പ് ഉണ്ട് അങ്ങനത്തെ. നമ്മൾ പറയുന്നത് ഒരാളുടെ സൗണ്ടിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ പോസിബിൾ ആക്കുന്നത് DSP ആപ്ലിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട് DSPക്കകത്താണ്. നെക്സ്റ്റ് വൺ ഈസ് സീസ്മോളജി. DSP techniques are employed in the geographical exploration of oil, gas, detection of underground nuclear explosion and earthquake monitoring. അപ്പോൾ ജിയോഗ്രഫിക്കലി ഈ ഓയിലും ഗ്യാസൊക്കെ എവിടെ ഉണ്ട്, ഭൂമിക്കടിയിൽ എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, DSP ടെക്നിക്സ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഭൂമിക്കടിയിലുള്ള ഈ പറഞ്ഞ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എവിടെയാണ് ഉള്ളത്, എവിടെ അവൈലബിൾ ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് DSP ടെക്നിക്സ് യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സീസ്മിക് സിഗ്നലിന്, വെരി ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DSP പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, എർത്ത് ക്വേക്ക് മോണിറ്ററിങ് ആണ് കാരണം. ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ ചില സിഗ്നൽസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് സീസ്മിക് സിഗ്നലാണ് അത് കിട്ടുന്നത്. ആ സിഗ്നലിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നു പോകുന്നു എന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിറ്റക്ഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അണ്ടർഗ്രൗണ്ടിനകത്ത് വെച്ചിട്ട് എക്സ്പ്ലോഡ് ചെയ്യുന്ന ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ്റെ വ്യാപ്തി എന്തുമാത്രം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, DSP ടെക്നിക്സ് യൂസ് ചെയ്യാം. ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഇസ് മിലിറ്ററി ആപ്ലിക്കേഷൻസ്. മിലിറ്ററി ആപ്ലിക്കേഷനകത്ത് നോക്കിയാൽ റഡാർ സിഗ്നൽ പ്രോസസ്സിംഗ്, സോണാർ സിഗ്നൽ പ്രോസസ്സിംഗ്, നാവിഗേഷൻ, സെക്യൂർ കമ്മ്യൂണിക്കേഷൻ. ഈ മിലിറ്ററിക്കകത്തുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ്. അതായത് നമ്മളെ ശത്രു രാജ്യങ്ങൾ മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മളെ വാർ ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യാൻ നമുക്ക് അത്ര എളുപ്പമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സും എല്ലാവരും യൂസ് ചെയ്യുന്ന ടെക്നിക്സും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് സിഗ്നലിനെ ടാപ്പ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അങ്ങനെ സെക്യൂറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് DSP ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അതുപോലെ നാവിഗേഷൻസ്, ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഇപ്പോൾ നിങ്ങൾ നാവിഗേഷൻ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നില്ലേ, പിന്നെ റഡാർ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുക, സോണാർ സിഗ്നലിനെ പ്രോസസ്സ് ചെയ്യുക, ഇതൊക്കെ മിലിറ്ററി ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. സോ ഇത്രയും വാസ്റ്റ് ഏരിയയിൽ DSP പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ടോയ്സ്, പിള്ളേരുടെ കളിക്കുന്ന ടോയ്സ് മുതൽ ഈ മിലിറ്ററി റോക്കറ്റ് സയൻസിലൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ DSP പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ട്. സോ DSP ഒരു ഇലക്ട്രോണിക്സിനകത്ത് ഒരു വലിയൊരു ഫീൽഡ് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചെന്തൊക്കെയാണെന്ന് നോക്കുന്നെങ്കിൽ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് DSP പ്രോസസ്സർ ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.